രാവിലെ 8:50 ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോഴത്തെ കാഴ്ചയാണിത്. ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് ഇരച്ചു കയറുന്നതിൽ 90% സീസൺ ടിക്കറ്റ് യാത്രക്കാർ. ഇതുതന്നെയാണ് കാലത്തും വൈകിട്ടും സംസ്ഥാനത്തെ എല്ലാ സ്റ്റേഷനുകളിലെയും സ്ഥിതി. കൊല്ലം തിരുവനന്തപുരം സ്റ്റേഷനുകളിൽ മാത്രം 7000 സീസൺ ടിക്കറ്റുകളാണ് പ്രതിമാസം വിതരണം ചെയ്യുന്നത്. സീസൺ ടിക്കറ്റ് നിരക്ക് വർധന കൂടുതലും വലിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളെയും തുച്ഛവരുമാനക്കാരായ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെയുമാണ്. സീസൺ ടിക്കറ്റിന്റെ വർധനവ് ഇരട്ടിയിലധികമാണ്. അത് ഡെയിലി യാത്രക്കാരെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. വെറും ഓർഡിനറി കമ്പാർട്ട്മെന്റ് യാത്ര ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ളവർ ചെയ്യുന്ന ഒരു കടുത്ത അനീതിയാണ്. സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് സീസൺ ടിക്കറ്റിന് കൊടുക്കാൻ ഇന്ന് കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ ഏറ്റവും കുറഞ്ഞ സീസൺ ടിക്കറ്റ് നിരക്ക് 85 രൂപയാണ്. നിരക്ക് വർധന പ്രാബല്യത്തിൽ വരുന്നതോടെ ഇത് 150 രൂപയാകും. സീസൺ ടിക്കറ്റ് യാത്രികരുടെ നിരക്ക് നിശ്ചയിക്കുന്ന സ്ലാബ് ഘടനയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. സീസൺ ടിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സഞ്ചരിക്കാവുന്ന ദൂരം 20 കിലോമീറ്ററാണ്. സ്ലാബ് ഘടനയിലെ പുതിയ മാറ്റത്തോടെ ഈ ദൂരം 15 കിലോമീറ്ററായി കുറച്ചു. ഇതെല്ലാം സീസൺ ടിക്കറ്റ് യാത്രക്കാർക്ക് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചില്ലറയല്ല. റെയിൽവേയുടെ കടുത്ത അവഗണനയ്ക്ക് ഇരയാകുന്നവരാണ് സീസൺ ടിക്കറ്റ് യാത്രക്കാർ. യാത്രാ ചാർജ് വർധനവ് വിദ്യാർത്ഥികളടക്കമുള്ള സീസൺ ടിക്കറ്റ് യാത്രക്കാർക്ക് കനത്ത തിരിച്ചടിയാകും. ക്യാമറമാൻ അനിരുദ്ധൻ വെള്ളൂരിനോടൊപ്പം PL കിരൺ, മീഡിയ 1, കൊല്ലം.